കഠിനംകുളത്ത് യുവതിയെ കഴുത്തിൽ കുത്തേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തി. ആതിരയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൂടുതൽ വിവരങ്ങൾ ഷീജ നൽകും. ഷീജ, ഇന്ന് 11 മണിയോടുകൂടി ഭർത്താവ് വീട്ടിൽ തിരികെ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം സ്കൂട്ടറും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എങ്ങനെയാണ് വിവരങ്ങൾ? അതിന്റെ തീർച്ചയായും കഠിനംകുളത്താണ് ഇത്തരത്തിൽ യുവതിയെ കഴുത്തിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കായംകുളം സ്വദേശിയായിട്ടുള്ള ആതിരയാണ് രാവിലെ 11:30 വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിൽ രാവിലെ 5:30 ക്ഷേത്രത്തിലേക്ക് പൂജയ്ക്ക് വേണ്ടി ഭർത്താവ് പോയിരുന്നു. അതിനുശേഷം കുഞ്ഞിനെ സ്കൂളിൽ വിടുന്നതിന് വേണ്ടി രാവിലെ 8:30 അങ്ങനെ സ്കൂളിൽ വിടുമ്പോഴും അതിൽ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷമാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഏതായാലും ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ഒരു എറണാകുളം സ്വദേശിയായ യുവാവിന് വേണ്ടി ഈ ഒരു മരണത്തിന്റെ അടിസ്ഥാനത്തിൽ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. കൊലയ്ക്ക് ശേഷം യുവതിയുടെ സ്കൂട്ടറുമായി അക്രമി കടന്നു കളഞ്ഞു എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. കാരണം ഈ യുവാവ് 2 ദിവസം മുൻപ് ഇവിടെ സ്ഥലത്ത് എത്തിയിരുന്നു എന്നുള്ളൊരു വിവരം വരുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് അത്തരത്തിൽ ഈ യുവാവിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുന്നത്. വെഞ്ഞാറമൂട് സ്വദേശിയാണ് ഈ യുവതി. ഏതായാലും ഈ സമീപത്തെ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് ഈ അക്രമിയെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ടുള്ളൊരു അന്വേഷണം അത് പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം കഠിനംകുളത്ത് യുവതിയെ കഴുത്തിൽ കുത്തേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തി. ആതിരയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒപ്പം ആതിരയുടെ സ്കൂട്ടറും മോഷണം പോയിട്ടുണ്ട്. രാവിലെ 11 മണിയോടുകൂടി ഭർത്താവ് വീട്ടിലെത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ആതിരയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എറണാകുളം സ്വദേശിയായ യുവാവിനായി വിഷയത്തിൽ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങളാണ് ഷീജ നൽകിയത്.